ഞാൻ ആദ്യമായിട്ട് നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പം നിന്റെ അച്ഛനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ. എടാ ആദ്യമായിട്ട് നീ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് പെണ്ണിന്റെ അടുത്തല്ലേ എടാ സംസാരിക്കേണ്ടത്? അതല്ല, പിന്നെ ശ്രീധരത്തിന്റെ കാര്യം നിന്റെ അച്ഛനായിട്ട് സംസാരിച്ചെന്ന്. എന്നിട്ട് അപ്പൊ നിന്റെ അച്ഛൻ എന്നോട് പറയാണ്, ആ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ വീട്ടിന്റെ ബാക്കിലുള്ളതെല്ലാം നമുക്കുള്ളതാണെന്ന്. അതിനിപ്പോ എന്തൊരു പറ്റി? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് വീട്ടിന്റെ ബാക്കിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ആ ഒരു ആറും കുറെ പാറ. നീ കൂടുതൽ മാന്യനൊന്നും ആവണ്ടാ. എടാ പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് നീ യൂണിഫോമിലല്ലേടാ എന്റെ വീട്ടിൽ വന്നത്? അത് ഉത്തരവാദിത്തമുള്ള ഒരു പോലീസുകാരെ യൂണിഫോമിലൊക്കെ വരും. ഞാൻ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി. എടാ നിന്റെ ഈ ചട്ടിത്തല മറയ്ക്കാൻ വേണ്ടിയല്ലടാ പോലീസിന്റെ തൊപ്പി വച്ചോണ്ട് നീ വന്നത്. എന്നിട്ടാ ആ കല്യാണത്തിന്റെ അന്ന് നീ ഞങ്ങളെ മൊത്തം നാണം കെടുത്തില്ലടാ. കല്യാണത്തിന് ഞാൻ എന്തോന്ന് നാണം കെടുത്തിയത്? ഞാൻ നല്ല വെള്ള മുണ്ടും വെള്ള ഷർട്ട് ഇട്ടല്ലടാ ഞാൻ കല്യാണത്തിന് വന്നത്. കൂട്ടത്തിൽ ഈ തൊപ്പിയും കൂടെ വച്ചിട്ടാണ് നീ താലി കെട്ടാൻ വേണ്ടി മണ്ഡപത്തിൽ കയറിയിരുന്നത്. പിന്നെ നാണം കെടൂലടാ. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോ അതിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നീ കൊണ്ടൊന്ന് സർക്കാർ സ്കൂളിലല്ലേടാ ചേർത്തത്? ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പേര് പറ, ഞാൻ അവിടെ കൊണ്ട് ചേർക്കാം. ഞാൻ പറഞ്ഞു തരാടാ. സെന്റ് തെരേസ സപ്ലിസി, സെന്റ് തെരേസ എന്താ സർക്കാർ സ്കൂൾ. ഇംഗ്ലീഷ് സ്കൂളിന്റെ പേര് വായിക്കൊള്ളൂല.